ഒന്ന് മോഡ് വെക്കുക, പിന്നെ വേണമൊക്കെ ബും 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 ബും. Hey guys, welcome back to another video of PES Chroma. So guys, ഇന്നത്തെ നമ്മളെ വീഡിയോ വെച്ചാൽ മറ്റൊന്നുമല്ല, ലെജൻഡ്സ് ബോക്സാണ്. ഇത് നമുക്ക് റിപ്പീറ്റ് അടിച്ച് വന്ന ബോക്സാണ്. എന്തായാലും എനിക്കിതിൽ കുറേ ടാർഗറ്റ് ഉണ്ട്. എന്തായാലും ഞാൻ കാണിച്ചു തരാറ്. കാരണം ക്രൂയിഫ്, ബെക്കുംബോർ, ഇനിയസ്റ്റ, ജെറാർഡ്, ഫാബി അലോൺസോ ഇവരൊന്നും ഇന്ത്യയിലില്ല. ഓവണില്ല. ഇൻസാഗി സൂപ്പർ സബ്, ബെസ്റ്റ് സൂപ്പർ സബ് ഇൻ ദ ഗെയിമാണ് ഇൻസാഗി, ഒരു ഡൗട്ടില്ല. ഇനി ഇൻസാഗിന് കിട്ടിയാൽ കൊള്ളാണ്ട്. അതുപോലെ ക്രൂയിഫും. എന്തായാലും ഇന്നത്തെ ബോക്സ് എന്തായാലും തേപ്പാണോ തേപ്പ് ഇല്ലയെന്നൊക്കെ കണ്ടറിയേണ്ടി വരും. എന്തായാലും ലാഗ് അടിപ്പിക്കില്ല. നേരെ നമുക്ക് സ്പിൻ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ബോക്സ് തുടങ്ങാം. ആദ്യം നമുക്ക് സെർച്ച് ചെയ്യാൻ നോക്കാം. പതുക്കെ ഏറ്റവും അടിയിലുള്ള ലെജൻഡ് ഇൻസാഗിയാണ്. ഇൻസാഗിനെ ടാപ്പ് ചെയ്യുക. വെറുതെ നമുക്കൊന്ന് ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. കിട്ടാണെങ്കിൽ കിട്ടട്ടെ. ഇൻസാഗി സെക്കൻഡ് ഹാഫ് ഇറങ്ങി കഴിഞ്ഞാണ് ഇമ്പാക്റ്റ് വേറെ തന്നെയാണ്. ഭയങ്കര ഇമ്പാക്റ്റാണ് ഇൻസാഗി. സൂപ്പർ സെവൻ്റെ സ്കില്ല് വേറെ, ഗോൾ പോച്ചറും അടിപൊളി സൂപ്പർ സെവൻ. ഇനി നമുക്ക് മുകളിൽ കേൾക്കാം. ഇനി സ്പിൻ ചെയ്യാം, നോക്കാം. ഓ എന്തായാലും ഫസ്റ്റ് സ്പിന്ന് ബേസാണ്. നെതർലാൻഡിൽ നിന്നാണല്ലോ. ഓ അയാക്സ് ഒന്ന് ഡാനിയൽ ബ്ലിൻഡാന്ന് തോന്നുന്നു. അതെ, ബ്ലിൻഡ്. വെറും 6,93,000 ഉള്ളത്. കിട്ടിയിരിക്കും കൊണാമി പറയാൻ പറ്റുമോ? നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇംബാപ്പനെ ടാപ്പ് ചെയ്യാം. ബാക്ക് അടിക്കുക. അതുപോലെ സ്കിമ്മിച്ചിനെ ടാപ്പ് ചെയ്യുക, ബാക്ക് അടിക്കുക. അടിയിലേക്കൊന്ന് സ്കോൾ ചെയ്ത് മുകളിലൊക്കെ കിട്ടില്ല നോക്കാം. എന്തായാലും നോക്കാം. ഓ പ്ലീസ് ചടച്ച്. ഇത് നടപടിയാണ്, കേസാണെന്ന് തോന്നില്ല. എന്തായാലും നമുക്കൊന്നും കൂടി സ്ക്രോൾ ചെയ്യാം, ബാക്ക് അടങ്ങാം. പ്രോബബിലിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ അടിച്ചാലോ നോക്കുക. ഇത് എനിക്ക് പണ്ടെങ്ങാനോ കിട്ടിയൊരു ഐഡിയ ആണ്. പ്രോബബിലിറ്റി നോക്കി ബാക്ക് സ്പീഡ് നിൽക്കിയിട്ട് അപ്പം തന്നെ സൈൻ നിൽക്കാൻ പോകുമ്പോൾ ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. ഇപ്പം ലെജൻഡ് കണ്ടാറോ ഞാനാണ് ഇതൊക്കെ മാർക്കറോക്ക വേണ്ടതോ ചെങ്ങയാണ്. ഒന്നുകൂടി പ്രോബബിലിറ്റി നോക്കാം. എന്തായാലും ഒന്നും കൂടി നോക്കാം. ഇതിൽ കിട്ടും. കണ്ടോ കിട്ടിയിരിക്കും. കിട്ടി ഇല്ല, പോയി. ഓ പണി വരുന്നുണ്ട്. അവറാച്ച കൊണാമി തുടങ്ങി. ഈ ജീപ്പൊക്കെ ഞാൻ ക്യാമ്പയിൻ കളിച്ചുണ്ടാക്കിയ ജീപ്പിയാണ്. അതുപോലെ 26 ഡെയിലി ലോഗിനായിട്ട് കിട്ടുന്നുണ്ട്, അതുണ്ട്. ഓ ഇത് കിട്ടണേ, നോക്കാം. ഓ സീന്. എന്താണ് കൊണാമി, ഒരു ലെജൻഡ് ഇതാ. ആ ക്രൂയിഫോ ബെക്കുംബോറോ കമോൺ. നമുക്കൊന്ന് ജസ്റ്റ് ഒരു നൈസ് ട്രിക്ക് നോക്കാം. നമുക്ക് ബെന്നേറ്ററിനെ വെക്കാം, ബാക്ക് അടിക്കുക. എന്നൊക്കെ വെക്കാം. കിട്ടും നമുക്ക് കണ്ടറിയേണ്ടി വരും. ഓ നോക്കാം. കമോൺ ഇറ്റ്സ് ലെജൻഡ്. ഓ പണി തരുന്നു. ബ്ലാക്ക് ബോൾ അടിച്ചു ഗൈസ്. വർക്കാവുണ്ടോ ചെറിയൊരു ഡൗട്ട്. നമുക്ക് എന്തായാലും ഇനി ബെന്നേറ്റർ അടുത്തുള്ളവരാണ്. ആൾഡർവേഡാൾട്ട് ഓനെ നിൽക്കുക, ബാക്ക് അടിക്കുക. ഇതിലെന്നാ എനിക്ക് കൊണാമി തന്നിനി.
പിന്നെ പറയണതിനൊരു കണക്കുണ്ടല്ലോ. ഞാൻ എന്തൊക്കെ വരാമെന്ന് എനിക്കറിയില്ല. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ GP ആണ്. ഓ അതും ബേസാണല്ലോ അടിച്ചോനെ. എന്ത് ചെയ്യും? 29 ബ്ലാക്ക് റിമൈനിങ്. ഇത് തേപ്പ് കിട്ടാൻ നല്ല സാധ്യത കണ്ട്. ഇതിൻ്റെ മുമ്പത്തെ ആഴ്ചകളിൽ എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ട് ലെജൻഡ്. ഇത് എന്താ അറിയില്ല. എന്നാ ഒരു ക്രൈഫ്, ഒറ്റ ക്രൈഫ് കൊണ്ടാൽ മതി. ഒന്ന് മതി. ഓ പിന്നും ബേസാണ് ഗൈസ്. ബേസ് ആരാണാവോ? ഇതെന്തത് നെതർലാൻഡിലേക്ക് പോണ്? ചെറിയൊരു ട്രിക്ക് കണ്ടിട്ടോ, ചിലപ്പോൾ വർക്കാവേ. ഇപ്പോൾ വന്ന നെതർലാൻഡ് പ്ലെയർ നമുക്കൊന്ന് അടിയിലേക്ക് സ്കോൾ ചെയ്തിട്ട് ആ വാൻഡർവാട്ട് നെതർലാൻഡ് പ്ലെയറാണ്. ഇവിടുത്തെ ഡീറ്റെയിൽസ് നോക്കി നോക്കാം. നെക്ക ബേക്കടിക്കുക ഒന്ന് മോഡ് വെക്കുക. പിന്നെ വേണക്ക ബും 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 ബും. ഇതാ വരുന്ന ലെജൻഡ്. യെസ് വർക്ക് ചെയ്ത്. എൻ്റെ മോനെ കഴിച്ച് ചെയ്ത് നോക്കട്ടോ. ഈ നെതർലാൻഡ് ക്രൂയിഫാണ്. കിട്ടി മോനെ, കിട്ടി. എൻ്റെ ടാർഗറ്റ് വെക്കുമ്പോൾ പൊളിച്ച്. ഇത് കണ്ടോ? ഞാൻ നേരത്തെ കണ്ടില്ല നിങ്ങൾ നെതർലാൻഡ്സ് പ്ലെയർ എനിക്ക് അധികം കിട്ടിയത് ബേസിൽ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് നെതർലാൻഡ്സിന് നോക്കി നോക്കിയത്. സാധനം കിട്ടിയിട്ട് വർക്കാവുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ആദ്യത്തെ ടാർഗറ്റ് വെക്കുമ്പോൾ കിട്ടിയിരിക്കുന്നു ഗൈസ്. ഇനി അടുത്ത ടാർഗറ്റ് ക്രൂയിഫിനെ കിട്ടണ കൊണാമി. കൊണാമി ഇനി നമുക്ക് വെറുതെ അങ്ങ് നെക്കി നോക്കാം. അപ്പോൾ ഏത് രാജ്യമാണ് നമുക്ക് പോകേണ്ടത് നോക്കാം. അപ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ഓണം ടാപ്പ് ചെയ്ത് ബാക്ക് അടിക്കുക. ഒന്ന് താട്ട് സ്കൂൾ ചെയ്യാൻ മുകളിൽ കാക്കാം. കണ്ടോ? എന്നാലും ആ ട്രിക്ക് വർക്ക് ചെയ്തല്ലോ വാൻഡർവാട്ടിന് വെച്ചിട്ട്. ഓ ബേസാണ്. ഇത് ഏതാ രാജ്യം നോക്കട്ടെ. ഓ ഇംഗ്ലണ്ടാണല്ലോ. ഓവൺ തന്നെ നിൽക്കണോ നീ ഗൈസ്? ഇംഗ്ലണ്ടാണ്. നമുക്ക് വെറുതെ ഒന്ന് നെക്കി നോക്കാം. ചിലപ്പോൾ അടിച്ചാലോ. ഇനി ഓവ വേണ്ട, ജെറാർഡിന് നിൽക്കാം. ജെറാർഡ് ഇംഗ്ലണ്ടാണ്. ജെറാർഡ് നിൽക്കുക, ബാക്ക് അടിക്കുക. 3 പ്രാവശ്യം നിൽക്കുക, താഴോട്ടാക്കുക, മുകളിലേക്കാക്കുക. നോക്കാം. കണ്ടോ? ലെജൻഡ്. ഇറ്റ്സ് എ ലെജൻഡ്. ഓ കൊണാമി തേപ്പ്. ഇതേതാഞ്ഞി രാജ്യമോ? ഇറ്റലി. സീൻ ഗായ്സ്. ഇറ്റലി. ഇതാരാണാവോ? നെപ്പോളിത്തെ ആരാണിത്? ഇതാരാ ഗായ്സ്? ഓ ബക്കയോക്കോ, ചെൽസിയുടെ പോയ പ്ലെയർ. ഇപ്പം നമുക്ക് ഇറ്റലിയിൽ നിന്ന് വന്നേ. ഇറ്റലി താരമുള്ള ഡെൽബിയറുണ്ട്. ഡെൽബിയറിന് ടാപ്പ് ചെയ്യുക, ബാക്കടിക്കുക. ഡെൽബിയറിന് നിൽക്കുക, ബാക്കടിക്കുക. ഡെൽബിയർ നിൽക്കുന്നുണ്ട്, ബാക്കടിച്ച്. ഇറ്റ്സ് എ ലെജൻഡ്. കണ്ടോ ഗൈസ്? ഇപ്പം കിട്ടേ. കണ്ടോ ഗൈസ്? പോയി. കൊണാമി തുടങ്ങിയല്ലോ പണി. ഗൈസ്, പണി തുടങ്ങി. ബ്ലാക്ക് ബോൾ. ഓ അതാരാണ്? സൂളാണോ? നിക്കോളോ സൂളാണോ? കിമ്മിച്ച്. യെസ്, ഇറ്റ്സ് കിമ്മിച്ച്. ബ്ലാക്ക് ബോളാണ് എന്തായാലും. എൻ്റെ ഇന്ത്യ എന്തായാലും കിമ്മിച്ച്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് നൈസായിട്ട് ഇൻസാഗിന് തൊടാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വലിയ പ്ലേയേഴ്സിന്, തുടക്കത്തിലുള്ള വലിയ പ്ലേയേഴ്സിനൊന്നും ലെജൻഡ് ഒന്ന് ടാപ്പ് ചെയ്യാത്തതല്ലേ. ഈ കുറഞ്ഞ റേറ്റിംഗ് ഉള്ളവർ നിൽക്കുമ്പോൾ കിട്ടാൻ സാധ്യത കൂടുതലാണ്. അത് എനിക്ക് മാത്രം തോന്നി. നിങ്ങൾക്ക് തോന്നിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. എന്തായാലും എനിക്ക് തോന്നിയ കാര്യമാണ്. എന്തായാലും നമുക്ക് ഇൻസാഗിന് ടാപ്പ് ചെയ്യാം, നിൽക്കാം, ബാക്കടിക്കാം. നമുക്കൊന്ന് ഓവണ് ടാപ്പ് ചെയ്ത് നോക്കാം, ബാക്കടിക്കാം. ബെന്നേറ്റർ ഒന്ന് ടാപ്പ് ചെയ്യുക, ബാക്കടിക്കുക. മുള്ളുകാക്ക നിൽക്കുക. സൈൻ. ഇറ്റ്സ് എ ലെജൻഡ് മോനെ. ഇല്ല മോനെ, പോയി. കൊണാമി വെക്കുമ്പോൾ തന്നിട്ട് ഇന്നെങ്ങനെ ചതിക്കല്ലേ. അത് ആർസനലിലെ ഗ്രാനിറ്റ് ഷാക്കാന്ന് തോന്നുന്നു. ഷാക്ക. അതെ, ഷാക്കാണ്. ഗ്രാനിറ്റ് ഷാക്ക. എന്തായാലും പണി കിട്ടുന്നുണ്ടല്ലോ. അടിക്കണില്ലല്ലോ. അങ്ങനെ 3 ലക്ഷത്തിനടുത്ത് നമ്മളിപ്പോൾ ചിലവാക്കാനായിരിക്കും. ഒരു ഐക്കോണിക്ക് 3 ബ്ലാക്ക് ബോളും കിട്ടും. ഒട്ടാകെ 3 ബ്ലാക്ക് ബോൾ, ഒരു ഐക്കോണിക്ക് 2 ബേസ് ബ്ലാക്കും. ഇനി നമുക്ക് വെറുതെ ഒന്നിങ്ങനെ
സ്ക്രോൾ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് മുള്ളനെ ടാപ്പ് ചെയ്യാം, ബാക്ക് അടിക്കാം. മുള്ളനെ ടാപ്പ് ചെയ്യാം, ബാക്ക് അടിക്കാം, ടാപ്പ് ചെയ്യാം, ബാക്ക് അടിക്കാം. കണ്ടോ ഗൈസ്, ഇതാ ക്രൂയിഫിൻ്റെയിലേക്ക് വരാൻ പോണേ. എല്ലാവരും കണ്ടോളി. അയ്യോ പോയി. എന്തൊരു കഷ്ടമാണിത്. വീണ്ടും ഇംഗ്ലണ്ടാണല്ലോ ബേസ്. എന്താണിത്? കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന GP-ആണ്. ആരാണിതൊക്കെ? ഏതോ ചെങ്ങായിനൊക്കെ തന്നിട്ട് കൊണാമിൻ്റെ ഓരോ കളികൾ. കൊണാമിക്ക് നമ്മൾ ട്രിക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വിട്ടു കൊടുക്കില്ല, നമ്മൾ ട്രിക്ക് മാറ്റി പിടിക്കാൻ പോവാം. കണ്ടോ, ഇതിൽ കൊണാമി വികും, ഇതിൽ വികും കൊണാമി. സെർച്ച് ചെയ്യുക, ഒന്നും നിൽക്കില്ല, ബാക്ക് അടിക്കുക, സൈൻ നിൽക്കുക, ബാക്ക് അടിക്കുക, സൈൻ നിൽക്കുക. അങ്ങനെയൊക്കെ സൈൻ ചെയ്യില്ല. നമ്മളെന്താക്കും, ഒന്നും കൂടി ഇങ്ങനെ നിൽക്കുക, വിടുക, സൈൻ ചെയ്യില്ല. ഇപ്പം നമ്മൾ സൈൻ ചെയ്യും. ഇത് കണ്ടോ ഗൈസ്, കണ്ടോ? ഇത് മിക്കവാറും തന്നെ ഒരു ലെജൻഡ് എന്നിട്ട് മോചിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇനി 3 ലക്ഷം ഉണ്ട്. എന്താവോ എന്തോ, നമുക്ക് കണ്ടറിയണം. എന്തൊരു കഷ്ടമാണ് ഈ കൊണാമി ചെയ്യണത്. എന്തായാലും നമുക്കിനി കമോൺ ക്രൂയിഫ്, കമോൺ. നമുക്കൊന്ന് ഇനി വിയറിനെ ടാപ്പ് ചെയ്യാം. ഇനി വിയറിനെ ടാപ്പ് ചെയ്തില്ല പരാതി വേണ്ട, ഇനിയസ്റ്റിനെ ടാപ്പ് ചെയ്തില്ല പരാതി വേണ്ട. നിൽക്കുക, ബാക്ക് അടിക്കുക, നിൽക്കുക, ബാക്ക് അടിക്കാം, സൈൻ ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ വരുന്നു ഗൈസ് ക്രൂയിഫ് ഇത് എൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നു. പിന്നും ബേസാണ്. അല്ലേ, ഉളുപ്പ് പറഞ്ഞ സാധനം കൊണാമിക്കില്ല, അതിൻ്റെ പ്രശ്നമാണിത്. എത്ര സ്പിന്ന് ചെയ്തിപ്പോൾ. പിന്നെ വേറെ ഒന്നുണ്ട്, ഇത് GP ഉണ്ട്. ഇതുണ്ട്, കുറേ ആൾക്കാർ കോയിൻസ് വാങ്ങി ഐക്കോണിക്ക് 12,000 കോയിൻസ് വരെ ചെയ്ത് നെക്കിയിട്ട് കിട്ടാത്തതുണ്ട്. അതൊന്നും ആലോചിക്കുമ്പോൾ ഇതൊന്നും ഒന്നല്ല. കൊണാമീനെ എന്താ ഒന്നും പറയില്ല. എന്തായാലും ഈ കൊണാമി ശരിക്കും ഈ ഗെയിം എടുത്ത് ഒഴിവാക്കണം. ഇമാതിരി തേപ്പ് ഗെയിം ആൾക്കാരെ പോയി ഇങ്ങനെ ചടപ്പിച്ചില്ലാണ്ടാക്കാണ് കൊണാമി. ഒരു ഉളുപ്പന സാധനമല്ലേ കൊണാമിക്ക്. ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഒന്ന് താ കൊണാമി. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊണ്ട ഒരു ലെജൻഡ് കൊണ്ട. കൊണാമി എന്തൊരു ഇടങ്ങാറാണ് ഈ കൊണാമി. ബ്ലാക്ക് ബോർഡ് ആരാണിത്? ടോട്ടനാമാണല്ലോ. ആൽഡർവെയ്രാൾഡ്. കൊണാമി ഇതിനാണ് ഇങ്ങനെ തേക്കണെന്നെ. ഇങ്ങനെ തേച്ച് ഒട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ എന്ത് കുറ്റം ചെയ്തേ? ഞാൻ ഐക്കോണിക് അല്ല കറക്കണേ, ലെജൻഡാണ്. ലെജൻഡ് ഐക്കോണിക് ആണെങ്കിൽ നിങ്ങൾ സമ്മതിച്ചു. ഇത് ലെജൻഡ് കറക്കിയിട്ട് എന്താണ് കൊണാമി നിങ്ങൾക്ക് എത്രക്ക് പ്രശ്നമോ? ഒന്ന് താ ക്രൂയിഫിനെ, ഇൻജാഗിയോ ക്രൂയിഫോ ഒന്ന് താ കൊണാമി. എന്താ ഞാൻ ചെയ്യാ? അടുത്ത ബേസ് ഫ്രാൻസിലേക്കാണ് പോണത്. ഫ്രാൻസ്. സിൽവർ ബോൾ. എന്താണിത് ഞാൻ ചെയ്യണത്? നമുക്കൊന്ന് വേറെ ട്രിക്ക് ഉണ്ട്. നമുക്ക് GP നിൽക്കുന്നു കളിക്കാം, പക്ഷെ നമ്മളില്ല, അതറിയാം. എന്നാലും നമ്മളിങ്ങനെ കളിക്കും. പോട്ടെ, പോയി. അങ്ങനെ അതും ബ്ലാക്ക് ബോൾ ഗായ്സ്, അഗൈൻ ബ്ലാക്ക് ബോൾ. പക്ഷെ ഒരു ലെജൻഡ് പോലും കിട്ടണില്ല. ബ്ലാക്ക് ബോൾ വാരിക്കോരി തരുന്നുണ്ട്. എന്തായി കൊണാമി ഉദ്ദേശിക്കുന്നത്? കൊണാമി തൈര്. ആ ചെക്കനെ കണ്ടു, ചുള്ളു ചെക്കൻ ക്രൂയിഫ്. വെറുതെ എന്തായാലും ക്രൂയിഫിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. കുറേ കാലമായി കിട്ടണമെന്ന്. എൻ്റെ ഒരു പഴയ അക്കൗണ്ട് അതിലുണ്ടേനു. പിന്നെ അതിൻ്റെ ശേഷം പുതിയ അക്കൗണ്ട് ആയ ഭാഗ്യമായിട്ട് ഞാൻ എടുത്തതാണ്. ഐക്കോണിക്കിന് ഒന്നും പോലും അടിക്കില്ല. പിന്നെ അത് പുതിയ അക്കൗണ്ട് തന്നെ, ഇതിൽ ക്രൂയിഫും ഇല്ല. ക്രൂയിഫ് എൻ്റെ മെയിൻ പ്ലെയർ, അടിപൊളി പ്ലെയർ, ഒരു രക്ഷയില്ലാത്ത പ്ലെയറാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ്. ഓൾ പ്ലെയർ പ്ലേ സ്റ്റൈലുകൾ. ഇപ്പോൾ കക്ക വന്നിക്കണ്, പക്ഷേ എനിക്കിഷ്ടം കക്കനെ കാട്ടും ക്രൂയിഫ് തന്നെയാണ്. മോനെ കൊണാമി ഉയിരി, ബാക്കിയെല്ലാം തൈര്. ക്രൂയിഫ് മുടി ഉണ്ടാവും. ഇല്ല, വേണ്ടർവാട്ടല്ല, ജെറാർഡാണ്. ഗാഡിയോള. ഈ ചെങ്ങാൻ എടുത്ത് ഒഴിവാക്കണം. എന്തെങ്കിലും
കഴിഞ്ഞ പ്രാവശ്യം ഇവനാ കിട്ടിയത് ഈ ഇതിൽ ഇതേ സ്പിന്ന് കഴിഞ്ഞ ആഴ്ച റിപ്പീറ്റ് വന്നതിന് എന്തോ ഒരു ചെങ്ങായാണ്. ഊഹ് ചാട്ടപ്പിച്ച് ഗാർഡിയോള ആറ്റുനോറ്റ് കിട്ടിയ ഒരു ലെജൻഡേനു, അതും പോയി. എന്തോ ഒരു കഷ്ടമാണ് ഈ കൊണാമി. മൂട് പോയി. ആ ചെങ്ങാനെ കാണുമ്പോൾ തന്നെ മൂട് പോയി. എന്തിത്താ അങ്ങനെ? എനിക്ക് മാത്രമാണ് അറിയില്ല, ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയും. ഈ ഗാർഡിയോള കഷ്ടപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഗാർഡിയോള തരാം. എന്തോ ഒരു ഇടങ്ങേറാണ്. ഓഹ് നമുക്ക് എന്തായാലും റോബർട്ട്സൺ വെക്കാം, യാഗാസ്പാസിന് വെക്കാം. ആ ഡിലൈറ്റിന് കിട്ടാം. ഇങ്ങനെ ബ്ലാക്ക് ബോൾ എന്തിട്ടാ ഡിലൈറ്റും തന്നാളി. എന്നാ പിടിച്ചോ കൊണാമി. തന്നോ. മോനെ പവർ ഇതൊക്കെ എന്ത് ക്രിഫാണോ? ചെറിയൊരു ഡൗട്ടുണ്ട്. മുടിയുണ്ടോ? മുടിയില്ല. ഇനിയസ്റ്റ. ഓ പ്രശ്നമില്ല, എൻ്റെ ടാർഗറ്റ് ചെയ്യുന്നു. കുഴപ്പമില്ല, എന്തായാലും ഇനിയസ്റ്റന്നെ കിട്ടിയിരിക്കുന്നു. എന്നാൽ ആ ഗാർഡിയോൾ എന്തിനാ നമുക്ക് തന്നത്? കൊണാമിൻ്റെ ഓരോരു ആ ചെങ്ങാൻ ആദ്യം എടുത്ത് ഒഴിവാക്കണം. കൊണാമി എല്ലാവർക്കും ശാപാന്ന് തോന്നുന്നു. കഷ്ടപ്പെട്ട് നിൽക്കൂ എന്നാൽ ആ ചെങ്ങായി തരാം. ഒന്ന് അവനെ തന്ന എന്താ പ്രശ്നം? ക്രൂയിഫിനെ എന്താ നിങ്ങൾക്ക് പ്രശ്നം ഒന്ന് പറയാം. നമുക്ക് ഷാബിനോട്സ് നിൽക്കാം, ലെനോനെ നിൽക്കാം, ഇങ്ങനെ താട്ട് സ്കോൾ ചെയ്യാം. ജയന്ത് സാജ് വെറുതെ കിടക്കട്ടെ. മഞ്ഞുമുള്ളു കോരി ഇറ്റ്സ് എ ലെജൻഡ്. അതാ വരുന്നു ഇല്ല പോയി. ഓ ബേസാണ്. ലെനോനെ കിട്ടി ഗൈസ്. ലെനോനെ ടാപ്പ് ചെയ്ത് ലെനോനെ കിട്ടി. കൊള്ളാലോ കളി. ആഹാ എന്നാൽ ഞാൻ ക്രൂയിഫിനെ ടാപ്പ് ചെയ്യും. എനിക്ക് ക്രൂയിഫിനെ കൊണ്ട കൊണാമി നല്ല കൊണാമിയല്ലേ? കൊണാമി കൊണ്ട ഈ കണ്ടകശനെ കൊണ്ട് പോളൂ. കൊണാമി കൊണ്ട പോയി മൂടുപോയി. ജോ ഫെലിക്സ് ആണ്. എന്നാലാ പോയല്ലോ. കൊണാമി എന്താ പ്രശ്നം ഈ ക്രൂയിഫിന് തന്നാൽ? അപ്പോൾ ഗൈസ് ഇപ്പോൾ കിട്ടിയ കുറച്ച് ബേസ് പ്രൈസ് ഞാൻ വിറ്റിക്കണ്. ഇനി 1,60,000 ഉണ്ട്. കൊണാമി തേക്കാൻ മതിയോ? സ്ഥിരം പരിപാടി ഇറക്കാൻ മതിയോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൊണാമി കൊണ്ട. നമുക്കിതാ ഈ 2 ലെജൻഡുള്ളിൽ ഒയർ ജബാളിനെ നിൽക്കാം. ബേക്കടിയാം. ഒയർ ജബാളിൽ ഒന്നുകൂടി നിൽക്കാം. ബേക്കടിയാം. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യാം. മോള് കേൾക്കാം. പതുക്കെ സ്ലോലി എന്നാ പിടിച്ചു. കണ്ട ഗൈസ് ലെജൻഡ്. ഓ പോയി. മൂഞ്ചി ഇടപെടല മൂനിയറാണ് കിട്ടിയത്. പ്രോബിലിറ്റി നോക്കാം. നമുക്ക് വേഗം സ്പീഡ് സ്പിൻ ചെയ്യാം. എന്തായാലും ഫുൾ ബും ആക്കാം. ഫുൾ സ്പീഡ്. കമോൺ. ഓ പോയി. ബേസാണ്. ഉണ്ടാറാണ് ലെസ്റ്ററിൻ്റെ. നിൽക്കാം. കമോൺ പോയി. ഇനി വേറെ 3 ട്രൈ ഉണ്ട്. എന്തായാലും മൂഞ്ചിരിക്കുന്നു ഗൈസ്. ക്രൂയിഫിനെ കിട്ടിയില്ല. ബാക്കി ബെക്കംബോനെ ഇൻവെസ്റ്റനൊക്കെ കിട്ടി. എന്നാലും ക്രൂയിഫാണ് എൻ്റെ ലക്ഷ്യം. അതിന് കിട്ടിയില്ല ഗൈസ്. എന്തോരം ഇടകേറാണിത്. ഓ അടുത്ത വയസ്സ് എന്താണ് ഞാൻ ചെയ്യുക? കൊണാമീനെ കൊണ്ട് ഒന്ന് തന്നൂടാ ക്രൂയിഫിനെ, ഇൻസാഗിനൊക്കെ ഗാർഡിയോളോ ഒരു എടുത്ത് ഒഴിവാക്കണ ഗാർഡിയോളിനെ. ഓ പിന്നെയും ബേസ് ഫുൾ ബേസാണത്. എന്തായാലും നമുക്ക് അടിക്ക് പോകാൻ മുകളിൽ കേൾക്കാം. ലാസ്റ്റ് ട്രൈ ആണ്. ഇത് ലെജൻഡ് ഉറപ്പാണ്. ഷുവർ ലെജൻഡാണ് എല്ലാം. അങ്ങനെ വീണ്ടും മൂഞ്ചിക്കിരിക്കുന്നു. ഏകദേശം 7 ലക്ഷത്തിന് എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്നായിട്ട് ഒറ്റയടിക്ക് കഴിഞ്ഞ്. എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഈ ലെജൻഡ് ബോക്സ് സ്പിന്നിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിന് ബൈ.